ചില സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ്, നല്ല സിനിമകൾ സംഭവിക്കുകയെന്ന് പറയും. ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ലോഞ്ച് സിനിമയായിട്ട് വരുന്ന മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ, അന്ന് തമിഴിൽ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറുണ്ട്, KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ്, ഞങ്ങൾ ചെന്നൈയിൽ മുട്ടാൻ സർക്കിളാണ്, ഇന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണുന്നത്. അതാണ് ഐ ആം ഹാപ്പി എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഇന്ന് സിനിമയുടെ തിയേറ്ററിലാണ് 100ാം ദിവസം പടം കാണുന്നത്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ വളരെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാറുണ്ട്. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിനൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി കുഞ്ഞുമോനെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന ഭയങ്കര ആക്ഷൻസും ഉള്ള വലിയ സിനിമയാണ്. അപ്പം എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടികളിൽ ഞാൻ പലക്കെ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ് പ്രൊഡ്യൂസർ വരുന്നത്. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാണ്. അങ്ങനെ അതിലും പ്രോജക്റ്റിലേക്ക് എത്തുന്നു. ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്നത് മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കണ്ണാടിക്കൂടും കൂടി എന്ന് പറയുന്ന പാട്ട് പെട്ടാസ് ഷൂട്ട് ചെയ്യുന്ന രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതിയിൽ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സാണ്. ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായി. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജു പ്രഭു അഭിനയിക്കുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. അത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസം ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് പ്രോജക്റ്റ് ഡ്രോപ്പായി. സിനിമ പ്രൊഡ്യൂസറുടെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ അതൊരു ഇൻട്രൻസ് വന്നു, അതിൽ നിന്ന് പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു. എം രഞ്ജിത്ത്, തുടങ്ങിയ സിനിമകളൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മണവത്തോർക്കരം എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്തത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഇന്ന് രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടി പിടിച്ച് പോകും. സിബിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി, പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദും ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോളിലേക്ക് ഒരാളെ കണ്ടെത്തണം. അങ്ങനെ സുരേഷ് ഗോപി വരുന്നു. അങ്ങനെ ഇതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റായി. അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല, സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആര് വേണം, കമലഹാസൻ വേണോ രജനീകാന്ത് വേണോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളോടി അത് ലാലിലേക്കെത്തുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ച് ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുടെ ഒപ്പം 1998 ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവരും അതിൻ്റെ കൂടെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ, ഈ വലിയ സിനിമ ഹരികൃഷ്ണനെ കണ്ടു ഒന്നും റിലീസ് മാറ്റിയതാണ് പഞ്ചാബി ഹൗസ്. പക്ഷെ ഞങ്ങൾ ഈ സബ്ജക്റ്റിലുള്ള ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തു.
2 സിനിമയും ഒരു ഓണക്കാലത്ത് 2 സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് അപൂർവമാണ്. ഈ സിനിമ രണ്ടും വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച് മറ്റൊരു അത്ഭുതത്തിലേക്ക് എത്തുകയാണ്. അത് 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ്. ഞാൻ ഏത് ക്യാമ്പസിൽ, പ്രത്യേകിച്ച് വിമൻസ് കോളേജിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്, പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് പുലർത്തുന്നുണ്ട്. അതും ഇപ്പോഴും സസ്പെൻസായിട്ടാണ് തന്നെ തുടരട്ടെ. സിയാദ് കോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. യാദൃശ്യമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ഈ സമ്മറാണ്. അപ്പോഴാണ് ഞാൻ മിസ് ചെയ്തൊരു നല്ല പ്രൊഡ്യൂസറെയാണ് ഇത്രയും കാലം. കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഥ എന്താണെന്ന് ഏത് ഉറക്കത്തിൽ വിളിച്ചു വെച്ചാൽ ഇത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ്. അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും, തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർമാരാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാം. സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരാണ് സിയാദ്. ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ വിഷ്വൽസും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. ദേവദൂതിൽ അത് തന്നെയാണ് സംഭവിച്ചത്. സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കിയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും 21 വർഷം ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യൗവനം 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കായിട്ട് ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിലും സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയ്ക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി പര്യവസാനിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യങ്ങൾക്കും കൂടെയുള്ളതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു. Thank you, sir. Thank you so much. I think that was very much straight from the heart. അടുത്തതായി സിയാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് നമ്മുടെ ഗ്യാതറിനോട് സംസാരിക്കാനായി. നമസ്കാരം. സിബി പണമാരി തന്നെ വളരെ യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞാൻ സത്യനാദിക്കാതും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. BTH ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്യാം. ഞാൻ കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് സംഭവിച്ചത്. സ്ഥിതി ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യമാണ് നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാമെന്നും പറഞ്ഞിറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ ഇത് സംഭവിക്കുന്നതാണ്. ഈ സംരംഭത്തിലെ ഒരു പ്രത്യേകത സിബി നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജൻ എന്ന കഥാപാത്രമില്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പകുതിയായിപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ ചുറ്റുപാടുമുള്ള ഡെന്നീസിനെയും അങ്ങനെയുള്ള ഒരു കുറേ കാര്യം. അദ്ദേഹം ഒരു എക്സ്കർഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഇന്നെൻ്റെ മകള് ഇവിടെയുണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് ഒക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അതിശയത്തോടു കൂടിയാണ് മഞ്ജുവിനെ അവിടെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാലും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അപ്പം അങ്ങനെ ഉണ്ടായ സിനിമയാണ്. ആ സിനിമ ഇതേമാതിരി തന്നെ നിരഞ്ജനൊക്കെ വന്നു. അതൊക്കെ കംപ്ലീറ്റഡായി. എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനിണങ്ങിയ ഒരു സിനിമ അത് ജീവിതത്തിൽ 1-2 സിനിമകൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലുണ്ടാകുള്ളൂ. അത് തീർച്ചയായിട്ടും കാര്യം. പിന്നെ ഇതിനൊരു ഇൻസ്പിറേഷൻ ഇത് തീർച്ചയായിട്ടും
ഈ സിനിമയുടെ ഒരു സെക്കൻഡ് റിലീസ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് കിട്ടിയ ദേവദൂതന് ഞങ്ങളുടെ ടീം വർക്ക് സിബിയും അതിന് ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ കൂടെ നിന്നുകൊണ്ടും ഞങ്ങൾ റിലീസ് ചെയ്തു. 4K അറ്റ്മോസിൽ 4K ഇതിൽ നമ്മൾ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ കൂടെയൊക്കെ റിലീസ് ചെയ്ത് വമ്പൻ ഹിറ്റായി വന്നു. അപ്പോഴാണ് നമുക്കിത് തോന്നിയത്, നമുക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി പൂച്ചയെ ആരാണ് അടച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജേണി വേണം. പല സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ചോദിക്കുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു പാലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ ലൊക്കേഷന് വേണ്ടി സെർച്ചിങ്ങിലാണ് അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. രഞ്ജിത്തോട് ഞാനും സിബിയും കൂടെ സംസാരിച്ചു. അപ്പോൾ ഒരു സ്പാർക്ക് അവിടുന്ന് പുള്ളി പറഞ്ഞു. എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാൻ വിളിച്ച് മഞ്ജുവിനോടും പറഞ്ഞു, മഞ്ജു ഇങ്ങനെ സാധനം ചെയ്തോട്ടെ, റെഡി ആയിക്കൊള്ളണം എന്ന് പറഞ്ഞു. സ്നേഹബന്ധം കൊണ്ടിട്ടാണ്. പക്ഷേ പിന്നെ അത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലാസ്റ്റ് ഇതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കണം എന്ന് രഞ്ജിത്ത് പറയുകയും അപ്പോൾ ഇതിനൊന്നും കൂടെ സ്പീഡാകുകയും ഇത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി, രഞ്ജിത്ത്, മഞ്ജു എല്ലാവരും ഉണ്ടെങ്കിലും വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മ്യൂസിക്കിൽ. ആ വിദ്യാസാഗറിൻ്റെ കഴിവുകളും അതിന് പറ്റിയ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഗിരീഷ് പുന്തച്ചേരി, അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല പാട്ടുകളാണ് ഇതിൽ വേണ്ടി ലിറിക്സ് ഉള്ളത്. അതേപോലെ തന്നെ സഞ്ജീവ് ശങ്കർ ഞങ്ങളുടെ ക്യാമറമാൻ, അദ്ദേഹം ഇവിടെയുണ്ട്. ബോബൻ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ആർട്ട് ഡയറക്ടർ. കോസ്റ്റ്യൂമർ സതീശനും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4K റെസൊല്യൂഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്നിപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റി. ഇത് കാലപ്പഴക്കം തോന്നിക്കാത്ത വിധത്തിൽ ഈ കോസ്റ്റ്യൂംസൊക്കെ മഞ്ജുവൊക്കെ ഇട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെയും മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസും എല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും സിനിമ കാണുക. ഇത്രയും മാത്രം ഞാൻ അഷ്യൂർ ചെയ്യുന്നു. എല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചേച്ചി ലുക്കിംഗ് സോ വൈബ്രന്റ് ആൻഡ് യങ്. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റായിരുന്നു. ആ പാട്ടിലെ ചേച്ചി ഇട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ളൊരു ചുരിദാർ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് അത് തന്നെ. അപ്പം വാട്ട് യു ഫീൽ ചേച്ചി? എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ശരിക്കും. ഇപ്പോൾ ഇവിടെ സിബി സാറും സിയാദിക്കും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബത്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പോൾ എല്ലാവരുടെ
ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ഗ്ലിൻഗർത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും. ഇപ്പോൾ ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടൻ്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ലെയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിബി സാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദിക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക് ബാക്ക്. പുറകിലെ LED സ്ക്രീനിൽ ഒരു മെമ്മറി വാൾ ഉണ്ട്. ഇവരാണോ ആ സൈഡിലിരിക്കുന്ന കുട്ടികൾ അല്ലേ? ഓൾ റൈറ്റ്. അപ്പം അവർ ഫോട്ടോസൊക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻഡൾജ്ഡ് ആയി പോയി. എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സെറമണിയാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച് മഞ്ജു ചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെന്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ്. അതിനായി സിയാദ് സാറിനെയും സിബി സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മഞ്ജു ചേച്ചി, പ്ലീസ് റിസീവ് ഇറ്റ് ഫ്രം us. സമരൻ ബദ്ലഹേം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത്. ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക്, നമ്മുടെ ആമിക്ക്. Thank you so much. 3 പേരും requesting you to join the audience. Thank you ചേച്ചി. ബേസിക്കലി ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. ആക്ച്വലി ഈ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു ഡിവൈൻ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. രണ്ടാമത് സിബിയങ്ങളും പപ്പയും ഒക്കെ വളരെ ചെറുപ്പം മുതൽ ഒരു സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. സോ അവരുടെ ആ ഒരു ജേർണി ഏതെങ്കിലും രീതിയിൽ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ആ ഒരു ക്രിയേഷൻ വീണ്ടും തിയേറ്റേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നതും എനിക്കൊരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മഞ്ജു ചേച്ചി, ബിക്കോസ് ചേച്ചിയുടെ
ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു 27 years ബാക്ക് ആ ലൊക്കേഷനിൽ വെച്ച് കണ്ട അതേ സന്തോഷത്തോടു കൂടിയും അതേ ഒരു ഹാപ്പിനെസ്സോടു കൂടിയാണ് ഈ റീ റിലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്രോച്ച് ചെയ്തത്. ഓൾ ഷീ സെയ്ഡ് വാസ് we will be a part of it and we will do it together. So I have to thank you for that, ചേച്ചി. പിന്നെ എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് ഒരു 2 ഫാമിലീസിനെ പറ്റിയിട്ടാണ്. സോ ദർ ആർ 2 families who are very close to my heart. അവർ ഇന്നും നമ്മുടെ ഈ സമർ ഇൻ ബത്ലഹേം 4K റീ റിലീസിന്റെ ജേർണിയിൽ ഒരു വലിയ പാർട്ടാണ്. I would like to call upon to the stage Anjana Takis represent ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ and Anjana Philip, and also very close Binu sir and Sangeeta Chechi and his family. So please do come on to the stage. നിറഞ്ഞ കൈയോട് കൂടിയിട്ട് നമുക്ക് ഇവരെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചില ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ ആക്ച്വലി ഒരേപോലെ ചിന്തിക്കുന്നതും ഒരേപോലെ ഡ്രീം ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ 2 ഫാമിലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി ഐ എം വെൽക്കമിങ് യു ഓൾ ടു ദിസ് ജേർണി. You want to say something? I don't know. I'm just lost for words already. So thank you so much. 27 വർഷം മുന്നേ ഈ സിനിമ റിലീസ് ചെയ്യുമ്പം അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. സോ അന്നത്തെ അന്ന് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു വെക്കേഷൻ മൂവി. ഇത് ഞങ്ങൾ ആ സമയത്ത് ടീനേജ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും, ബിക്കോസ് ആ ടീനേജിൻ്റെ ആ ഒരു സ്റ്റേജിൽ വന്നില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളിത് ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. അതേപോലെ മഞ്ജു ചേച്ചിയുടെ അന്നത്തെ കോസ്റ്റ്യൂം, അന്നത്തെ ആ ഒരു ഫാഷൻ, അത് എത്രമാത്രം ഞാൻ എൻ്റെ പിന്നീടുള്ള ലൈഫിലും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമർ ഇൻ ബത്ലഹേം മൂവിയുടെ ഭാഗമാവാൻ പറ്റിയത്. മീനാക്ഷി പറഞ്ഞ പോലെ ചില സിനിമകൾ അങ്ങനെയാണ്, നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ചില മൂവീസ്. ഇപ്പം സിബി മലയിൽ സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും, സിയാദ് സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും സന്മനസ്സുള്ളവർക്ക് സമാധാനം. സോ ഇതൊക്കെ എത്ര കണ്ടാലും എത്ര പ്രാവശ്യം TV-യിൽ നമ്മൾ വന്ന് കണ്ടാലും മതിയാവാത്ത മൂവീസാണ്. സോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക്സ് ടു ദ യൂണിവേഴ്സ്, താങ്ക്സ് ടു സിയാദ് സാർ, സിമി മലയിൽ സാർ, പിന്നെ താങ്ക്സ് ടു എവറിഡേ മൂവീസ് ആൻഡ് മൈ ഡിയറസ്റ്റ് ഹസ്ബൻഡ്. ബിക്കോസ് ഈ ഒരു മൊമെന്റ് എനിക്ക് തന്നതിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്നാണ് എനിക്കിങ്ങനെ ഇവിടെ ഒരു മൊമെന്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ. സോ ഐ എം വെരി ഹാപ്പി. Thank you. I'm wishing you all the very best for the team. Okay? Gauri. So. നമസ്കാരം. ആദ്യമേ ഈ സ്വാഗതം പറയേണ്ടത് എൻ്റെ കടമയല്ല, എന്നാലും ഞാനും കൂടി അതിലൊരു ഭാഗമായ സ്ഥിതിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല വ്യക്തികൾക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു വിദേശ മലയാളിയാണ്. ചെറിയ ബിസിനസ്സൊക്കെ പുറത്താണുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനൊരു സംരംഭം ഇത് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സംരംഭത്തിൽ കണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 27 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇപ്പോഴുള്ള സമകാലീന സിനിമാ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അന്ന് ഇത്തരത്തിൽ പടം, അത്ര കളർഫുൾ പടം, നമ്മളൊരു പക്ഷേ 4K ആയില്ലെങ്കിൽ പോലും അത്ര കളർഫുൾ ആയിരുന്നു. മഞ്ജുവൊക്കെ, മഞ്ജു ചേച്ചി നിൽക്കുക, എന്നൊക്കെ ഇളയതാണല്ലോ, എല്ലാവരും മഞ്ജു ചേച്ചി നിൽക്കുന്നവരും മഞ്ജു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ മഞ്ജുവൊക്കെ ആ ഒരു അന്നത്തതിനേക്കാൾ ഒന്നുകൂടി ചെറുപ്പമായിട്ട് ഇരിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ സിനിമയിൽ താല്പര്യം കാണിക്കാനുള്ള പ്രധാന ഒരു കാര്യം എൻ്റെ ഒരു മൂത്ത മകനാണ്. ഓക്കെ, ഞാൻ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഐ ഇൻവൈറ്റ് ഹിം ടു ദ സ്റ്റേജ്. സത്യത്തിൽ അവൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു സിനിമ. അപ്പം സത്യം പറഞ്ഞാൽ അവന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു സിനിമാ ലോകത്തിലേക്ക് എത്തിപ്പെട്ടതും അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എഫക്റ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവന് എല്ലാവരും ഒരു കയ്യടി കൊടുക്കണം. ഓക്കെ, എവറിത്തിങ് ഈസ് മീ. ഓക്കെ, അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയമാകട്ടെ. കുറേ ഞാൻ ക്ഷമ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം താങ്ക് യു സോ മച്ച്. You want to say something?
സത്യം പറഞ്ഞാൽ എനിക്കെന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പം അഞ്ജനാന്റി പറഞ്ഞല്ല, 27 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജന 8ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഞാൻ സിനിമ കാണാതിരുന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ ഇപ്പൊ എന്റെ കൂട്ടുകാരനാണെങ്കിൽ എടാ ഏ സിനിമ റിലീസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ സംരംഭത്തില് അവർ ചോദിക്കും എടാ ഏ സിനിമ സംരംഭത്തില്, ഞാൻ എടാ കൺഫ്യൂഷൻ തീർക്കുന്ന പാട്ടില് ആ പാട്ടിന്റെ സിനിമയാണ് ഞാൻ റിലീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അവരും അറിയുന്നത് തന്നെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന്. സത്യം ആ സമയത്ത് ഞങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പാട്ടായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്നതിന് ഒരു ഭാഗമാകാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം സത്യം എല്ലാവരും ഒരു വീക്കെൻഡിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സത്യം പറഞ്ഞപ്പോൾ തീർച്ചയായും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഹ്യൂമർ ഫാമിലി എന്റർടൈനർ പടമാണ്. എല്ലാവരും തീർച്ചയായും പോയി കാണണം സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഇവർക്കായുള്ള ഒരു മൊമെന്റോ നൽകുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് വൺസ് അഗൈൻ മഞ്ജു ചേച്ചിയെയും സിയാദ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ചേച്ചി പ്ലീസ്. സിബി സാർ കൂടി നമ്മളെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ്. ആ ഒരു കാലത്തെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ട് വന്ന ടീമാണിത്. ഒരു ഹ്യൂജ് താങ്ക്സ് നമുക്ക് എല്ലാവർക്കും പറയാം ഒരു കയ്യടിയുടെ രൂപത്തിൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together for this auspicious moment. Thank you all. Thank you so much. റിലീസ് രംഗത്ത് അവരുടെ മികവ് തെളിയിച്ച ഒരു ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആണ് ഹൈ സ്റ്റുഡിയോസ്. ഇതിനു മുമ്പ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ വീണ്ടും നമ്മളെല്ലാവരും തിയേറ്റേഴ്സിൽ കണ്ടിരുന്നു. ദേവദൂതൻ, ഛോട്ടാ മുംബൈ. സോ അതുപോലെയുള്ള സിനിമകളെ 4K റീമാസ്റ്റർ ചെയ്ത് ഡോൾബി അറ്റ്മോസ് സൗണ്ട് അപ്ഡേഷൻ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ടീമാണ് ഹൈ സ്റ്റുഡിയോസ്. സോ ഐ വെൽക്കം യു ടു ദ സ്റ്റേജ്. ഓക്കെ, സോ ഹൈ സ്റ്റുഡിയോസിനെ റെപ്രസെന്റ് ചെയ്ത് താസ ആൻഡ് അഭിമന്യു ഇസ് ഹിയർ. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കയ്യടി കൊടുക്കാം. യെസ്, ദേ ആർ ദേർ. ഒരു വലിയ നന്ദി നമുക്ക് പറയാം. കാരണം ഇതേപോലുള്ള വിഷ്വൽ ട്രീറ്റ് ഇപ്പോഴത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ സിയാദ് സാറിനെ വൺസ് അഗൈൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് സമ്മാനിക്കുന്നതിനായി. താങ്ക് യു സോ മച്ച്. യെസ്, മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ആമിനെ വേറെ പല പ്ലേൻസിൽ ഇന്നത്തെ ഒരു ജനറേഷൻ ആലോചിക്കുമായിരിക്കും. ആമിയുടെ ഇമോഷൻസ്, ആമിയുടെ ക്യാരക്ടർ, വാട്ട് ഷുഡ് ബീൻ ത്രൂ. അപ്പം പല രീതിയിൽ നമുക്ക് ഇനി സംരംഭത്തിലേക്കും തിയേറ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന 2 പേരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ 2 വെറ്ററൻസ് ആണ് ഇവർ കാരണം ഒരുപാട് ടൈംലെസ് ക്ലാസിക്സ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നൊരു എക്സാമ്പിൾ ഞാൻ ഓർക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് റിലീസ് ആയിട്ടുള്ള ദേവദൂതൻ നമ്മളെല്ലാവരും വളരെയധികം സൂപ്പർ ഹിറ്റ് ആയിട്ട് അടിച്ചു പൊളിച്ച് തിയേറ്റേഴ്സിൽ പോയിട്ട് കണ്ട സിനിമയാണ്. ആൻഡ് 30 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 decades എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ലിറ്റിൽ ടൈം. ഇത്രയും ഈ ഒരു നാൾ വഴി അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ടൈംലെസ് ബോണ്ട്, അത് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ സിനിമകൾക്ക് കാരണമായി. അപ്പം ആ ഒരു മൊമെന്റ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ, അവരുടെ ഒരു ബോണ്ടിങ്ങിനെയാണ് നമ്മളിങ്ങനെ ചെറിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം സിയാദ് സാറിനെയും സിബി സാറിനെയുമാണ് ഞാൻ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്.
ചെറിയൊരു കാര്യമല്ല. ഇത്രയും ഒരു പരസ്പരം ഉള്ളൊരു ട്രസ്റ്റും ആ ഒരു റെസ്പെക്റ്റോടും കൂടിയിട്ട് മുന്നോട്ട് പോവുക. 30 വർഷമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ വലിയ സംഭാവനകൾ നൽകുക എന്നത്. അപ്പം അതിന് ഒരു ആദരം എന്ന രൂപേണ നമ്മളൊരു മൊമെന്റോ നൽകാൻ പോവുകയാണ്. ആൻഡ് അതിനായി വൺസ് അഗൈൻ ചേച്ചിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ചേച്ചിക്കും കരിയറിൽ ഒരുപാട് മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള മേക്കേഴ്സ് ആണിവർ. അപ്പോൾ തീർച്ചയായിട്ടും ഐ ഡോണ്ട് തിങ്ക് ഇതിനേക്കാളും നല്ലൊരു പേഴ്സൺ ഈ ഒരു ക്രൗഡിൽ ഉണ്ടാകും എന്ന്. സോ കൻ ഐ ഹാവ് ദ മൊമെന്റോ പ്ലീസ്? സിബി സർ ആൻഡ് സിയാ സർ, പ്ലീസ് ജോയിൻ ബാക്ക് ദി ഓഡിയൻസ്. മഞ്ജു ചേച്ചിയോട് ചെറിയൊരു റിക്വസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓർമ്മയുണ്ടെങ്കിൽ മതി. 5 കസിൻസ് ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക ചേച്ചി, നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നത്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. അത് കന്നഡ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മഞ്ജു ചേച്ചി? പിടിയില്ല, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. അതിലും കൂടുതൽ കന്നഡ ഇന്നും എനിക്ക് അറിഞ്ഞോളൂ. അത് എത്ര റീടേക്ക് എടുത്തു വന്നപ്പോ? ഇല്ല, ഓർമ്മയില്ല. വന്നതേയില്ല. അതിന് ഓർമ്മയില്ല. സാർ റീടേക്ക് ഉണ്ടായിരുന്നോ സാർ? അടിപൊളിയോ. അപ്പൊ കന്നഡ അറിയാത്ത ആൾ ഇതേപോലെ കന്നഡ പറഞ്ഞതിന് നമുക്കൊരു കൈയടി കൊടുക്കാം. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ചേച്ചി. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ്. എനിക്കതൊന്ന് നേരിട്ട് കാണണം, കേൾക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് മീ ലേറ്റർ. ആ ഒരു ചാം അല്ലേ, ആ ഒരു ഇന്നസെൻസ്, ആ ഒരു കരിഷ്മ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഏജിങ് ലൈക്ക് ഫൈൻ വെൻ. അതിന്റെ യഥാർത്ഥ എക്സാമ്പിൾ ആണ് അവിടെ ഇരിക്കുന്നത്. മഞ്ജു ഭാര്യ, വൺ ആൻഡ് ഓൺലി മഞ്ജു ചേച്ചി. സോ നമ്മളിപ്പം ഇവിടെ ഈ ഒരു ട്രെയിലർ കണ്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ബിഗ് സ്ക്രീനിൽ നമ്മളെ രസിപ്പിക്കുന്ന ഒരുപാടധികം നടന്മാരുണ്ട്. പക്ഷെ എന്നാലും മലയാള സിനിമയിലെ ചില സാന്നിധ്യങ്ങൾ അത് ഇറീപ്ലേസബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, മൂനായിയായി സിനിമയിലെത്തിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മണിച്ചേട്ടൻ. മണിച്ചേട്ടന്റെ ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൈയടിയാകാം. ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് വിത്ത് നമ്മളൊരു ഗ്രീഫോട് കൂടിയിട്ടല്ല, ബട്ട് സ്റ്റിൽ വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. അതിനൊരു വലിയ നന്ദി. അദ്ദേഹം നമ്മുടെ നാട്ടിലെ നമ്മളിൽ ഒരാളെ, ഒരു മലയാളിയായി ജനിച്ചു വളർന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പേര് ലോകമെമ്പാടും ഒരുപാട് ഷോസിലൂടെയും സിനിമയിലൂടെയും ഒക്കെ എത്തിച്ചു എന്നതിൽ ഒരു വലിയ താങ്ക് യു മണിച്ചേട്ടന് മുന്നിൽ നമ്മൾ എല്ലാവരും പറയുകയാണ്. ഇന്നിവിടെ സോ മണിച്ചേട്ടന് വേണ്ടിയിട്ട്, മണിച്ചേട്ടന്റെ ഫാമിലി ഇവിടെ they were supposed to reach here, but again കുറച്ച് സ്കെഡ്യൂൾസ് കാരണം അവർക്ക് ഇവിടെ എത്തിച്ചേരാനായി സാധിച്ചില്ല. സോ അവരുടെ ഓൺ ബിഹാഫ് I would like someone to please come onto the stage and collect a memento. ഇത് മണിച്ചേട്ടന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ആദരമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ട് നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച് നമ്മളെല്ലാവരെയും ആസ്വാദനത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആ അതുല്യ കലാകാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ മൊമെന്റോ നൽകാം. അത് കളക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഷർമിൻ ചേച്ചിയാണുള്ളത്. ആൻഡ് ഷർമിനിത ആ മൊമെന്റോ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അത് നൽകുന്നതിനായി അഗൈൻ സിയാൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. So this one is for the one and only Kalabharu Mani, who will be in our prayers and thoughts. Thank you so much. ഇനി അടുത്തതായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾക്ക് വരി എഴുതിയിട്ടുള്ള നമ്മളെല്ലാവരും ഇപ്പം ഈ സിനിമയിലെ തന്നെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നൊക്കെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട്, ഇത് രണ്ട് മൂഡിലുള്ള പാട്ടാണ്. സ്റ്റിൽ നമ്മുടെ പല ഇമോഷൻസിൽ നമ്മൾ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ, ഒരു പിടി നല്ല ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഇല്ലാത്ത ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഫാമിലിയാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആൻഡ്
ആൻഡ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മൊമെന്റോ കൈമാറാനായി സിബി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിത്ത് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഐ വെൽക്കം സിബി സാർ ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകനാണ് മൊമെന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് കടന്നു വരുന്നത്. വിത്ത് ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. യെസ്, ഗിരീഷ് സാറിന്റെ ബ്രദറും കൂടി ഉണ്ട്. അദ്ദേഹത്തിനോട് കൂടി ഈ വേദിയിൽ ഈ ഒരു ഡൈസ് സോറി. സോ ഗിരീഷ് സാറിന്റെ രണ്ടാമത്തെ മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കൂടി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ഈ ഒരു ടോക്കൺ ഓഫ് ലവ് സ്വീകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ്, ഹി ഈസ് ദേർ. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഞാൻ വിളിക്കട്ടെ അവർ ഈ വേദിയിലേക്ക്. ഷർമി ചേച്ചി, അതെ, ആരാണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? അതെ, മഞ്ജു ചേച്ചി നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗിലുണ്ട്. എനി ഫ്രം ദി ഓഡിയൻസ്, എനി ഗസ്? എക്സാക്ട്ലി, അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാരൊക്കെയാണ് എന്ന് മുഖം കണ്ട് മഞ്ജു ചേച്ചിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? മഞ്ജു ചേച്ചിക്ക് തിരിച്ചറിയും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവരെ കാണണ്ടേ? ലെറ്റ് us welcome അൻസു, കൃഷ്ണ ആൻഡ് നിവ്യ on to the stage. ആദ്യ കസിൻസിൽ 3 പേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓ, വളരെ ചെറുതായിരുന്നു അന്ന്. നല്ലൊരു കൈയടി കൊടുക്കാം to the gorgeous ladies coming on to the stage. Here we have Ansu, Krishna and Nivya. 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഗുഡ് ഈവനിങ്. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഈ മൂവിനെ പറ്റി ഓർക്കുമ്പം ഷൂട്ടിംഗ് ആണെന്നൊന്നും ഓർമ്മയില്ല. അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു മക്കളൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഒരു ഫാമിലി ഫുൾ വെക്കേഷന് പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിനിടയിൽ എപ്പോഴോ ക്യാമറ വെക്കുന്നു, ബോൾ കളിക്കാൻ പറയുന്നു, ഡയലോഗ് പറയാൻ പറയുന്നു, അങ്ങനെ ഒരു ഓർമ്മയേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് 27 ഇയേഴ്സിന് ശേഷം അറ്റത്തുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ട് യങ്ങായിട്ടിരിക്കുന്നു. നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിബി അങ്കിൾ, താങ്ക് യു സിയാദ് അങ്കിൾ, താങ്ക് യു. ബോണിയാണ് വിളിച്ചത്. ബോണി താങ്ക് യു. ഷർമീൻ താങ്ക് യു. എല്ലാവരും മൂവി പോയി കാണണം, ഞങ്ങളും പോയി കാണും. താങ്ക് യു. എൻ്റെ പേര് ആൻസു. ഞാൻ ഈ യങ്ങസ്റ്റ് കിഡാണ് സമരം ബേദലമിലെ മഞ്ജു ചേച്ചിൻ്റെ യങ്ങസ്റ്റ് കസിൻ. മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നും ആൾക്കാർ സമരം ബേദലഹം എന്ന് പറയുന്നതിനോട് നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിൻ്റെ ഒരു പാർട്ടായതിൽ സന്തോഷമുണ്ട്. മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെക്കേഷൻ മോഡായിരുന്നു. ഒരു ഏപ്രിൽ ടൈമിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫുൾ വെക്കേഷൻ മോഡ്. പിള്ളേർ സെറ്റ്. പിന്നെ മഞ്ജു ചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി. എനിക്കൊരു ചെറിയ മെമ്മറി ഉള്ളത്, മഞ്ജു ചേച്ചി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ കാര്യമായിരുന്നു. അപ്പം മടിയിലിരുത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു. അപ്പം ആ ഒരു മെമ്മറി എൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ചൂളമടിച്ച് ഇറങ്ങി നടക്കുക, അതിലൊക്കെ ഡാൻസ് സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫൺ ഫീൽഡ് മൂവിയായിരുന്നു. ബോണ്ടിങ് ഉണ്ട് ഇതിൽ. ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണണം. താങ്ക് യു. താങ്ക് യു. ചേച്ചി പ്ലീസ്. നമസ്കാരം, ഞാൻ നിവ്യ. ഞാനൊരു 70 പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സല്ലാപമാണ്. എന്നെ നിവ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സല്ലാപത്തിലൂടെയാണ്. മഞ്ജു ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ 2ാമത്തെ പടം എപ്പോഴും സമരംഭത്തിലേക്കൂടെ പറയുള്ളൂ. കാര്യം അത്രയും എൻജോയ് ചെയ്ത്, ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കിരുന്ന് കുറച്ച് സിനിമ കണ്ടു, പിന്നെ കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണാൻ പോകുന്നത്. അവരിപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല. 12
വയസ്സ്, അത്രേ ഉണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. 11-12 വയസ്സ് അത്രേ ഉള്ളൂ. എൻ്റെ മോൻ ഇപ്പോ മൂത്ത ആൾക്ക് 15 വയസ്സായി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മ ചെറുതാ. അപ്പൊ ഞാനത് വെയിറ്റ് ചെയ്യാന്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പൊ വരാൻ പറ്റിയതിലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രം ദ ഓഡിയൻസ് എൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ 3 പേര് മതി, നമുക്ക് 3 പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങള് ഫുൾ കളിയല്ലേ. ബോള് തട്ടി കളിക്കുക തന്നെ. അപ്പൊ ഫ്രെയിം ഔട്ട് ആകുമ്പോ ചേട്ടന്മാര് പറയും ഉള്ളിൽ കളിക്കും. പക്ഷെ ബോൾ ഉണ്ടാവൂല, ബോള് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതെടുക്കാൻ വേണ്ടി ഒരാൾ പോകും, പിന്നെ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെയാണ് കളി. മൊത്തം കളിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. ഇതാണ് ചെറുതിലെ ഏറ്റവും വലുത് ഞാനായിരുന്നു. ഞാനാണ് സുരേഷ് ഏട്ടനോട് വി ഹെൽറ്റ് യു എന്ന് പറഞ്ഞത്. പിന്നെ ടോയ്ലറ്റ് സീൻ വന്നപ്പോ പറയുന്നുണ്ട്, ആമി ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോ അങ്കിൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ആ 2 ഡയലോഗ് പറഞ്ഞപ്പോ മാത്രമാണ് ഇത് അഭിനയമാണ്, സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത്. ബാക്കി 45 ദിവസവും ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച്. ഓക്കെ, അൻസു ഏതാണെന്ന് കാണിച്ചു, നിവ്യ ചേച്ചി ഏതാണെന്ന് കാണിച്ചു, കൃഷ്ണ ഇതിലേതാണ്? കൃഷ്ണ അതാണ് കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? റെഡി. നിവ്യ ചേച്ചി കേട്ടോ ഫുൾ ഓൺ ആണ്. ഒരു കൈയ്യടി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു എന്തൂസിയാസത്തിന് വേണ്ടിയിട്ട്. ചൂടുപിടിച്ചു പാട്ടിന്റെ അതാണ് അത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവർക്ക് മൊമെന്റോ നൽകാനായിട്ട് നമുക്ക് മഞ്ജു ചേച്ചി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത്? അപ്പം മഞ്ജു ചേച്ചി പ്ലീസ് ഡു ദി ഓണേഴ്സ്. മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ? എന്താണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവിയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കുറെ വർഷമായി കണ്ടു. പക്ഷെ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, മനസ്സിലായി. കാരണം ഇവര് രണ്ടുപേരുടെയും നടുക്കായിരുന്നു. അപ്പൊ മനസ്സിലായിരുന്നല്ലേ? ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ? മഞ്ജു ചേച്ചിയുടെ എക്സ്പ്രഷൻ, കുട്ടികളൊക്കെ വലുതായി എന്നുള്ള എക്സ്പ്രഷൻ മഞ്ജു ചേച്ചി കയറി വന്നത്. ചേച്ചി ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ പറയായിരുന്നു, സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റമില്ല എന്നുള്ളൊരു രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, സംസാരിച്ചു. അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ്. വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ചേച്ചി, താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്. നമസ്കാരം. സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ റീ റിലീസ് വലിയ വിജയമാവട്ടെ. എനിക്ക് വളരെ സ്പെഷ്യലാണ് സമ്മർ ഇൻ ബത്ലഹേം. എൻ്റെ സിനിമാ ജീവിതത്തിന് സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ കാലയളവാണുള്ളത്. സമ്മർ ഇൻ ബത്ലഹേം വലിയ ഹിറ്റായിട്ട് ഓടുമ്പോഴാണ് ഞാൻ ജലനർമ്മലം എന്ന് പറയുന്ന സിനിമ എഴുതുന്നത്. അപ്പോൾ സിയാദിക്കയും സിബിച്ചായും കൂടി എന്നെ വന്ന് കണ്ടിട്ട് ഒരു സിനിമ എഴുതാൻ ക്ഷണിക്കുന്നത് സമ്മർ ഇൻ ബത്ലഹേം വലിയ ഹിറ്റായിട്ട് ഓടുമ്പോഴാണ്. അന്നത്തെ കാലത്ത് എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട്. അത് സമ്മർ ഇൻ ബത്ലഹേം അങ്ങനെ തകർത്തോടുന്ന ആ പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ആ സിനിമ നടന്നില്ല. ഈ അടുത്ത കാലത്ത് സിബിചായനോട് ചോദിച്ചു, നമുക്ക് ആ സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. ആലോചന ഇപ്പോഴും ഉണ്ട്. മലയാളത്തിലെ വളരെ എല്ലാവർക്കും ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു റൊമാൻസ്
അത് വലിയ വിജയമാവട്ടെ. എനിക്കൊന്ന് മഞ്ജുവിൻ്റെ റീ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. മഞ്ജുവിന് ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ സിനിമ. സിയാദിക്ക ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Thank you for joining us on this auspicious evening. So, ഇനി നമ്മൾ പ്രസ് മീറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മുടെ സമർ ഇൻ ബത്ലഹേമിന്റെ പുതിയ 4K ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് ആയിട്ടുണ്ട്. സോ യു ഓൾ ഗോ ടു ദ ലിങ്ക് ആൻഡ് വാച്ച് ഇറ്റ്.